ഇന്നത്തെ എൻ്റെ റെസിപ്പി താറാമുട്ട പെപ്പർ റോസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്. നല്ല താറാമുട്ട കിട്ടണം, എന്ന് വെച്ചാൽ നല്ല നാടൻ താറാമുട്ട കിട്ടണം, എന്നാലാണ് ആ കറിക്ക് നല്ല രുചി വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 3 താറാമുട്ട എടുത്തിട്ടുണ്ട്. ഇത് സ്വന്തമായിട്ട് വീടുകളിൽ വളർത്തുന്ന താറാവിൻ്റെ മുട്ടയാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ഫ്രഷായിട്ട് കിട്ടിയ താറാമുട്ടയാണ്. അപ്പം ഞാനത് നല്ല കഴുകി വേവാൻ വെച്ചു. അതിന് ശേഷം നമ്മൾ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. നീളത്തിലരിയരുത്, ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് വേണം നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, പെരിഞ്ജീരകം, ചെറിയ ജീരകം ഒത്തിരി ആകരുത്, ഒരു പിഞ്ച് അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന സവാള നല്ല വഴറ്റണം. അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും കൂടി ഇടണം. അപ്പോൾ എരിക്കനുസരിച്ചിട്ട് വേണം പച്ചമുളക് ഇടാൻ. നമ്മളിതിൽ കുരുമുളകിൻ്റെ പൊടി മാത്രമേ ഇടുന്നുള്ളൂ, വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളകാണ് മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഇവിടെ സവാള നല്ല വഴണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. മെയിനായിട്ട് നമുക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഈ പെപ്പർ റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുരുമുളക് കണ്ട ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒത്തിരി വേണ്ട, ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നമ്മളിത് റോസ്റ്റാണ്, അപ്പം അധികം വെള്ളം കറി വേണ്ട. എന്നിട്ട് ഈ മുട്ട ഞാൻ ഓരോന്നും ഈ 2 പീസാക്കിയിട്ട് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല മസാല നല്ല വഴറ്റി ആ മുട്ടയിലോട്ട് പുരട്ടി വെക്കണം. ഈ താറാമുട്ട റോസ്റ്റ് നമുക്ക് ഇടിയപ്പത്തിനോ വെള്ളയപ്പത്തിനോ എല്ലാം കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവിയാക്കി എടുക്കാം. നമ്മളിവിടെ നല്ല റോസ്റ്റായിട്ട് തന്നെ എടുത്തേക്കുന്നത്. അടിപൊളി ടേസ്റ്റുമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ഇതിനൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ താറാമുട്ട പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാനിവിടെ ആണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയാണ് ഈ താറാമുട്ട ഉണ്ടാക്കിയത്. ഇതൊന്നുകൂടെ നല്ല വഴറ്റിയെടുക്കുമ്പം നല്ല കുരുമുളകിൻ്റെ ഒരു കുറച്ചുകൂടെ ഈ കളറിൽ വരും, തണുക്കുമ്പോൾ ഈ കളറിൽ വരും. അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല കോംബോയാണ് ഈ അപ്പവും ഈ താറാമുട്ടയും പെപ്പർ റോസ്റ്റും നല്ല കോംബോ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.